ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്ന വീഡിയോ എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയാണ്. എങ്കിലും എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് ഒരാഗ്രഹം, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനും കേട്ടോ. അപ്പോൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ മുഖത്ത് ചെയ്യുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണോ എന്ന്. സാരമില്ല ഗൈസ്, എൻ്റെ ഒരു സന്തോഷത്തിനല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ പോൺസിൻ്റെ ആണ് കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിറകെ കൂടെ മക്കൾ നടപ്പുണ്ടേ, കാര്യമാക്കണ്ട. അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞൊരു സൺസ്ക്രീം കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞതാ ഒരു വൈറ്റ് ക്രീമാണ്, മറ്റേ വൈറ്റോണിൻ്റെ വൈറ്റ് ക്രീമില്ലേ, അതാണ് കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് പോൺസിൻ്റെ BB ക്രീമായിരുന്നു. എനിക്ക് ഇപ്രാവശ്യം പോയിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ ഇതൊക്കെ ആദ്യം ഈ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒക്കെ യൂസ് ആക്കുമായിരുന്നു. പിന്നെ എൻ്റെ മുഖത്ത് ഫുൾ അത് കുരു വരാനൊക്കെ തുടങ്ങി കേട്ടോ. എൻ്റെ സ്കിന്നിന് പറ്റിയതും യൂസ് ആക്കിയിട്ട് എനിക്കെന്തോ പറ്റുന്നില്ല ഗൈസ്, അതാണ് കാര്യം. അതൊക്കെ കഴിഞ്ഞ് ചെറിയ രീതിയിലൊരു ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ല. ഞാൻ പൗഡർ അങ്ങനെ യൂസ് ആക്കാറില്ല ഗൈസ്. എനിക്ക് പൗഡർ ഇട്ടാൽ അപ്പം തുമ്മാൻ തുടങ്ങും. ഞാൻ പിന്നെ ഇന്ന് തട്ടിക്കുടഞ്ഞൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയി കണ്ണാടി നോക്കിയാണ് ഐലൈനർ എഴുതിയത്. എനിക്കിങ്ങനെ ക്യാമറ നോക്കിയിരുന്നു, ഐലൈനർ എഴുതാൻ തീരെ വശമില്ല. പിന്നെ ഇതാ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗൗണാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ചെറിയ രീതിയിലൊരു ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡൊന്നും എനിക്കറിയില്ല ഗൈസ്. ഞാൻ 2 ലിപ്സ്റ്റിക് കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. പിന്നെ അപ്പോൾ ഇതാ എൻ്റെ ലാസ്റ്റത്തെ കോലം ഇതാണ് ഗൈസ്. ഇപ്പം നല്ല വെട്ടം വന്നാൽ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.